പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഹരിത സ്വർഗമാണ് കേരളം. 44 നദികൾ ഈ സംസ്ഥാനത്തിൻ്റെ ജീവനാഡികളായി ഒഴുകുന്നു. ആവശ്യത്തിന് മഴയും ലഭ്യമാണ്. എങ്കിലും ഒരേ വർഷം തന്നെ കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവും കേരളത്തെ ആക്രമിച്ച ചരിത്രമുണ്ടായത് സമീപകാലത്താണ്. അതുകൊണ്ട് തന്നെ മണ്ണും ജലവും ജൈവസമ്പത്തും ശാസ്ത്രീയമായി സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സുസ്ഥിര വികസനത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനമാണ് നീർത്തടാധിഷ്ഠിത വികസന സമീപനം എന്നത്. പക്ഷെ പ്രായോഗികമായിട്ട് സമ്പൂർണമായിട്ടുള്ള നീർത്തടാധിഷ്ഠിത വികസന പദ്ധതി നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇനിയും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നീരുറവ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചത്. ഹരിത കേരളം മിഷൻ ഈ ഒരു സാഹചര്യത്തിൽ MGNREGSുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ പദ്ധതിയെ നമുക്ക് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള മണ്ണ് ജല സംരക്ഷണത്തിനും കൃഷിയുടെ വികസനത്തിനും അതോടൊപ്പം മനുഷ്യരുടെ ഉപജീവനം സംരക്ഷിക്കാനുമൊക്കെ ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് നീരുറവ് ഇന്ന് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. നീരുറവ് നീർത്തട അധിഷ്ഠിതമായ സമഗ്ര വികസന പദ്ധതിയായി സംയോജിത മാതൃകയിൽ മണ്ണ് ജല ജൈവസമ്പത്തുകളെ സംരക്ഷിക്കാൻ ഹരിത കേരളം മിഷൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടെ കേരളത്തിലെ എല്ലാ നീർത്തടങ്ങളിലും നടപ്പിലാക്കുന്നു. ഇവിടെ ഒരു നീർച്ചാൽ ഒഴുകി പോകുന്നുണ്ട്. ഈ നീർച്ചാലിന് ചുറ്റും ഇതിൻ്റെ വൃഷ്ടിപ്രദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വൃഷ്ടിപ്രദേശം ചുറ്റും ഇങ്ങനെ മലനിരകൾ അതിരിട്ട ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നീർച്ചാലിൻ്റെ വൃഷ്ടിപ്രദേശത്തും സമഗ്രമായ നീർത്തട പരിപാലന പ്രവൃത്തികൾ കണ്ടെത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നീരുറവിലൂടെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഒരു ചെരിവാണ് കിടക്കുന്നത്, ഒരു മലഞ്ചെരിവാണ്. അതിൽ ഈ ചെറിയ ഈ നീർത്തട പ്രദേശത്തെ നമുക്ക് കാച്ച്മെൻറ്റ് ഏരിയയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഒരു റിഡ്ജ് ഏരിയ ഉണ്ട്, ഏറ്റവും കൂടുതൽ കുത്തനെ ചെരിവുള്ള കുന്നിൻ്റെ ഉച്ചയോട് ചേർന്നുള്ള പ്രദേശമുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു മിഡിൽ ഏരിയ, ചരിവ് കുറഞ്ഞൊരു മിഡിൽ ഏരിയ ഉണ്ട്. പിന്നെ ഈ സ്ട്രീമിനോട് ചേർന്ന് വരുന്ന ഒരു വാലി പോർഷനുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓരോ പ്രദേശത്തും ഈ റിഡ്ജ് ഏരിയയിലും മിഡിൽ ഏരിയയിലും വാലി പ്രദേശത്തും ആ പ്രദേശത്തിൻ്റെ ആ ഭൂമിക്കും ചരിവിനും അനുയോജ്യമായ പ്രവൃത്തികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കണ്ടെത്തി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിഡ്ജ് ഏരിയയിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചരിവ് കൂടിയതായതുകൊണ്ട് ഒരുപാട് ഇൻ്റർവെൻഷൻസ് സാധിക്കില്ല. അവിടെ നമ്മൾ തട്ടുതിരിക്കൽ അടക്കമുള്ള ടെറസിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഒപ്പം തന്നെ അത്യാവശ്യം ഫലവൃക്ഷങ്ങൾ നട്ടുകൊണ്ട് വനവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അവിടുത്തെ മണ്ണൊലിപ്പിനെ തടയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ മിഡിൽ ഏരിയയിൽ വരുമ്പോഴേക്കും നമുക്ക് കോണ്ടൂർ ബണ്ടുകളും കോണ്ടൂർ ട്രെഞ്ചുകളും അടക്കമുള്ള പരിപാലന പ്രവർത്തികളിലേക്ക് കടക്കാൻ പറ്റും. അതുപോലെ തന്നെ വാലി പോർഷനിൽ നമുക്ക് മഴക്കുഴികൾ നിർമ്മിക്കുന്നത്, അതുപോലെ ചെറിയ കുളങ്ങളുടെ നിർമ്മാണം, അതുപോലെ വനവൽക്കരണ പ്രവർത്തനങ്ങൾ. പിന്നെ ഇതൊരു ട്രൈബൽ ഏരിയയാണ്. അപ്പോൾ ട്രൈബൽ ഏരിയയിൽ പട്ടികവർഗ ഗുണഭോക്താക്കളുടെ ഭൂമിയിൽ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ടുള്ള ഒരു മെച്ചമെന്ന് പറയുന്നത് ഈ നീർത്തട പ്രദേശത്തിൻ്റെ പിന്നെ മണ്ണിനെയും ജലത്തെയും നമുക്ക് സംരക്ഷിക്കാനും ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കാനും കഴിയും. നീർച്ചാലിലൂടെയുള്ള നീരൊഴുക്കിനെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. അപ്പോൾ നിരവധി തടയണകൾ സീരിയലായിട്ട് നമുക്ക് ചെയ്തുകൊണ്ട് നീരൊഴുക്കിനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പം മഴക്കാലത്ത് വരുന്ന വെള്ളം പെട്ടെന്ന് ഒഴുകി പോകില്ല, അത് സംഭരിക്കുക വയ്ക്കുകയും ഭൂമിക്കിടയിൽ റീചാർജ് ചെയ്യുകയും ചെയ്യും. വേനൽക്കാലത്ത് നീർച്ചാലിൽ വെള്ളം നിലനിൽക്കുന്നൊരവസ്ഥ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യമായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചുള്ളാളം ചെറു നീർത്തടത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. പിന്നീട് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ബ്ലോക്കിൽ ഉൾപ്പെട്ട 86ഓളം നീർത്തടങ്ങളിൽ സമ്പൂർണമായി ഈ പദ്ധതി നടപ്പിലാക്കി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തും പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 7 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നുകൊണ്ട് പുതിയൊരു പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നീരുറവ പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട് ജലാഞ്ജലി നീരുറവ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് വിപുലമായ നിലയിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്തു, പരിശീലനങ്ങൾ കൊടുത്തു. കഴിഞ്ഞ വർഷം
സെപ്റ്റംബർ മാസം 19-ാം തീയതി 4500-ലേറെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ട്രാൻസിറ്റ് വാക്ക് നടത്തിയിട്ടുണ്ടായി. ആ ട്രാൻസിറ്റ് വാക്കിലൂടെ 7 പഞ്ചായത്തിലെയും വിവിധ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് അതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. GIS ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യയുടെയും കാർഷിക എഞ്ചിനീയറിംഗ് സങ്കേതങ്ങളുടെയും സഹായത്തോടെ തികച്ചും ജനകീയമായി തയ്യാറാക്കുന്ന കർമ്മ പദ്ധതിയാണ് നീരുറവിൻ്റെ ജീവൻ. ഇതിനായി സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ നിർമ്മിച്ച ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന്റെ സഹായത്തോടെ ഓരോ തുണ്ടുഭൂമിയിലും സർവേ നടത്തി അവിടെ ആവശ്യമായ ഇടപെടലുകൾ കണ്ടെത്തി. പിന്നീട് വിവിധ തീമാറ്റിക് മാപ്പുകളുടെയും സഹായത്തോടെ ഓരോ പ്രദേശത്തിനും ആവശ്യമായ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. നീർത്തട അയൽക്കൂട്ടങ്ങൾ, നീർത്തട കമ്മിറ്റികൾ എന്നിവയുടെ ഇടപെടലുകളിലൂടെ കണ്ടെത്തിയ പ്രവൃത്തികൾ വിശകലനം ചെയ്തും വിവിധ വകുപ്പുകളുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും സമഗ്രവും ശാസ്ത്രീയവും ജനകീയവുമായ ഒരു വിശദമായ പദ്ധതിരേഖ ഓരോ ഗ്രാമപഞ്ചായത്തിലും തയ്യാറാക്കി. നീരറിവ് യാത്രകളായ നീർത്തട നടത്തങ്ങളിലൂടെ കൂടുതൽ ജനകീയവും സാങ്കേതിക മികവുള്ളതുമായ പ്രവൃത്തികൾ പദ്ധതിരേഖയിൽ സ്ഥാനം പിടിച്ചു. വിവിധ നിരകളിലെ നീർച്ചാലുകളിലും വൃഷ്ടിപ്രദേശത്തും ആവശ്യമായ പ്രകൃതി വിഭവ പരിപാലന പ്രവൃത്തികൾക്കൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുതകുന്ന വിവിധങ്ങളായ വ്യക്തിഗത ആസ്തികളും നീരുറവ് പദ്ധതിയുടെ ഭാഗമാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഒറ്റക്കെട്ടായി ഇറങ്ങുകയാണ്. ഭാവി തലമുറയ്ക്കു വേണ്ടി ഈ പ്രകൃതിയെ ഇങ്ങനെ തന്നെ മനോഹരവും സുരക്ഷിതവുമായി കാത്തുസൂക്ഷിക്കുവാൻ. നോറ്റുവയ്ക്കാം നീരുറവുകൾ നല്ല നാളേക്കായി, നീരുറവുകൾ നീരുറവുകൾ നല്ല നാളേക്കായി, നീരുറവുകൾ നീരുറവുകൾ നല്ല നാളേക്കായി, നീരുറവുകൾ നീരുറവുകൾ നല്ല നാളേക്കായി.